ഹായ് ഹലോ. ഇന്ന് ഫുഡ് പ്രോഡക്റ്റ് സീരീസ് 3 ആണ് കേട്ടോ. നമ്മൾ 20 കിലോ ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിളാണ് കേട്ടോ ഇടുന്നത്. നമ്മുടെ വെഞ്ചറിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളതും ഈ അച്ചാർ തന്നെയാണ് കേട്ടോ, ലെമൺ ആൻഡ് ഡേറ്റ്സ്. കാരണം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഇടുന്നത്. ഒട്ടും തന്നെ ക്വാളിറ്റി കളയാറുമില്ല. അതുകൊണ്ട് ടേസ്റ്റും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിരിക്കുന്നതും ഈ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഈന്തപ്പഴമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ടേസ്റ്റും കൂടുതലാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ പറയുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട്, അതേപോലെ പെട്ടെന്ന് നമ്മളിങ്ങനെ കയ്പില്ലാത്തതുകൊണ്ട് തന്നെ വേഗം നമുക്കിങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് കേട്ടോ. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ അതിലായിട്ട് ഭയങ്കര കുത്തലായിരിക്കും, ഭയങ്കര മസാലയുടെയും ഒക്കെ കുത്തലായിരിക്കും. അപ്പോൾ നമുക്ക് അധികം കഴിക്കാനൊന്നും പറ്റില്ല, നമുക്കൊരു ഭയങ്കരമായിട്ട് മട്ടിക്കുകയും ചെയ്യും. ഇത് അങ്ങനെ ഒന്നുമല്ല, നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റിയിലുമാണ് നമ്മൾ കൊടുക്കാറ്. ഒരുപാട് പേർക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അച്ചാറിനെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലെമൺ ആൻഡ് ഡേറ്റ്സിന് നാരങ്ങക്ക് ഒട്ടും കയ്പുണ്ടാവില്ല നമ്മൾ ഈ ഈന്തപ്പഴം ചേർക്കുന്നത് കൊണ്ട് തന്നെ. അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി പഞ്ചസാരയൊക്കെ ചേർക്കും കേട്ടോ, നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ടേസ്റ്റ് റെസിപ്പി ഒന്നും ഞാൻ പറയണില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് പറയാമല്ലോ യൂട്യൂബിൽ ഒരുപാട് ഉണ്ട് എല്ലാ റെസിപ്പിയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനും വെറുതെ നിങ്ങളെ ഒന്നും വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മുടെ എല്ലാ അച്ചാറിലും നമ്മൾ ഉലുവാപ്പൊടിയും കായപ്പൊടിയും കടുക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. കാരണം നല്ലപോലെ കുറേ നാൾ കേടുകൂടാണ്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉലുവാപ്പൊടിയും കായപ്പൊടിയൊക്കെ ഇടുന്നത്. കായം നമ്മൾ പൊരിച്ചെടുത്തിട്ട് അത് പൊടിയാക്കി മിക്സിയിലിട്ട് പൊടിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോഴാണ് അത് എല്ലാത്തിലും എത്തുള്ളൂ. നമ്മൾ കഷ്ണമായിട്ടൊക്കെ ഇട്ടാൽ അത് അവിടെ ഇങ്ങനെ കട്ട മാതിരി കിടക്കുകയുള്ളൂ കേട്ടോ. ഇതാകുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമ്മുടെ മെയിൻ കാന്താരി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. കാന്താരി നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കാന്താരി തന്നെയാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണല്ലോ. നമ്മളൊന്നും ചേർക്കുന്നില്ല, കെമിക്കൽസോ കാര്യങ്ങളൊന്നും ചേർക്കുന്നുമില്ല. എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പൊടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്, പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ മെയിൻ അച്ചാറിൽ ഏറ്റവും കൂടുതലുള്ളത് എണ്ണയാണ് കേട്ടോ. എണ്ണ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അച്ചാർ കേടുകൂടാണ്ട് ഇരിക്കുന്നത്. പുറത്തും കുറേ നാളിരിക്കും, ഫ്രിഡ്ജിലും കുറേ നാളിരിക്കും. പിന്നെ നമ്മൾ നനഞ്ഞ സ്പൂൺ കൊണ്ടൊന്നും അച്ചാറിലിടരുത്. അതിപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന അച്ചാറായാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറായാലും ഏതിലാണെങ്കിലും നമ്മൾ നനഞ്ഞ സ്പൂൺ യൂസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് വേഗം കേടായിപ്പോവും. ആ വെള്ളത്തിൻ്റെ അംശം ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അച്ചാറിൽ പൂപ്പൽ കെട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നല്ലപോലെ അടച്ച് വെക്കണം. നമ്മൾ ഈ തുറന്ന് വെക്കരുത്, നല്ലപോലെ ആ ലിഡ് നല്ലപോലെ മുറുക്കനെ അടച്ച് വെക്കണം കേട്ടോ. എന്നാലാണ് എയർ കയറാതെ കുറേ നാൾ നിൽക്കുള്ളൂ. പിന്നെ അതേപോലെ ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്ട്സൊക്കെ മേടിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൈസും ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം കേട്ടോ. അതേപോലെ ഡീറ്റെയിൽസും കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതേപോലെ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞങ്ങൾ ഓരോ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഓരോ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരും. ഇനി ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.